പടം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് കാണാന്ന് കരുതിട്ട് നമ്മള് വന്നാണ്. നമ്മള് വർക്ക് ചെയ്ത എല്ലാവരും ഉണ്ട്, കുറച്ചു പേരേ ഉള്ളൂ, എല്ലാവരും ഇല്ല, സോറി. രാജേഷ് ചേട്ടനാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. മോഹനൻ എല്ലാ ടീമും വരാൻ പറ്റില്ല, അപ്പൊ അതിന്റെ ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോ പിന്നെ വിനീത് വരാൻ പറ്റിയില്ല, നിഖില വരാൻ പറ്റിയില്ല, അങ്ങനെ കുറച്ചാൾക്ക് വരാൻ പറ്റില്ല. പക്ഷെ ബാബുട്ടനുണ്ട്, ഡയറക്ടറുണ്ട്, പിന്നെ നമ്മള് ശരത് സഭയുണ്ട്, ചിപ്പിയുണ്ട്, മൃദുലവിടെ മൃദുലുണ്ട്. അപ്പോ ആളുകളെ കൊണ്ടുവന്നിരിക്കുക. ഞാനുണ്ട്. അത് ആരോഗ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും? അപ്പോൾ ഇത് പുറത്ത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ? അപ്പോൾ അടുത്ത ദിവസം തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എല്ലായിടത്തും പറയണോ? ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ ലേറ്റ് നൈറ്റ് ആണ്. അപ്പോൾ ഏതായാലും സന്തോഷം. എല്ലായിടത്തും ഇഷ്ടപ്പെട്ട എല്ലായിടത്തും പറയാം. അപ്പോൾ വിനീതിന് വരണമെന്നുണ്ടായിരുന്നു, അപ്പോൾ വിനീത് വരാൻ പറ്റിയില്ല, നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് റിലീസൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, കഴിഞ്ഞ ഒരു 10 ദിവസം കൊണ്ട്. അപ്പോൾ അവന് മ്യൂസിക് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കാണണമെന്ന് വെച്ചിട്ട്, നിങ്ങളുടെയൊക്കെ ചിരിയും ബഹളമൊക്കെ കാണണമെന്ന് വെച്ചിട്ട് നിന്നതായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ സന്തോഷം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പറയുക, വീട്ടുകാരെ ചർച്ച എടുക്കാൻ. താങ്ക് യു. ഫോട്ടോ എടുക്കണം, എടുത്തോളൂ. ഇഷ്ടപ്പെട്ടില്ല പടം? ഫോട്ടോ എടുക്കണം അവര്. ശരിക്കും ഇവരാരും എൻ്റെ അടുത്ത് വന്നില്ല. ഞാൻ 2 തവണ സോപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം നല്ലോണം മാറി. അത് റിവെഞ്ച് ആയിരുന്നു, രാജേഷന്റെ റിവെഞ്ച് ആയിരുന്നു. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുത്തു. ക്യാമറ ഉണ്ടോ? എവിടെയാ താമസിക്കുന്നത്? പടം ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ പടം കാണാൻ വരുന്നവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും കാണണം. കാരണം ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്നാണ് ഇറങ്ങിയത്. ഭയങ്കര റെസ്പോൺസാണ്. എല്ലാവരും നല്ല ചിരിയും കയറിയും ടോട്ടൽ ഒരു എൻ്റർടൈനറാണ്. നല്ല രസമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നു. അതുപോലെ ഫുൾ ഫാമിലിക്ക് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ സിനിമയാണ്. ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. സന്തോഷം. പടം കാണാൻ വരുന്നവരോട് ഇന്ന് ഇപ്പം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വരുന്നവരോടും നിങ്ങളെ കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണാവുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ അത് കുടുംബസമേതം ആസ്വദിക്കുക, ചിരിക്കുക,
നിങ്ങൾ ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും അഭിമാനവും തോന്നും. അത് ഇനി തുടരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജാതകം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ ഈയിടെയായിട്ട് ഇപ്പോൾ 2024-ലും 2023-ലൊക്കെ നമ്മൾ കണ്ടത് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായി. അത് കൂടുതലും ത്രില്ലറും ആക്ഷനും അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പം ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സിനിമയാണ്. അപ്പോൾ ഈ പരിപാടി നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു കൂട്ടച്ചിരി, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഇതൊരു എക്സ്പീരിയൻസ്, തിയേറ്ററിൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ നാളെ OTT-ൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ബ്രിങ് യുവർ ഫ്രണ്ട്സ് ഫാമിലി ആൻഡ് എൻജോയ് ഇൻ എ ഫുൾ ഹൗസ് തിയേറ്റർ. അതായത് നിങ്ങൾക്ക് ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഇറ്റ്സ് വാല്യൂ ഫോർ യുവർ മണി. താങ്ക് യു. ചിപ്പി മിനി സ്ക്രീനിൽ നിന്ന് ഇപ്പം ബിഗ് സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം കാണുമ്പോൾ എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും വലുത്. എല്ലാവരും എന്താ ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട് ഏതോ ചിപ്പിയെ പറ്റി? എല്ലാവരും നല്ല അഭിപ്രായം പറയണേ. ഇതുവരെ മോശമൊന്നും കേട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ഫ്രണ്ട്സൊക്കെ വിളിച്ചിരുന്നു? അപ്പം കുറേ പേര് വിളിച്ചിരുന്നു. കുറേ ഒന്നും അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല, കുറേ പേര് അറ്റൻഡ് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ഭയങ്കര സുഖമുണ്ട് കേൾക്കാനായിട്ട്. ശരി.